കുഞ്ഞിൻ്റെ മനസ്സിന് അത്രമേൽ മുറിവേറ്റിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കുഞ്ഞ് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ സമയത്തും വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു എന്നാണ് ബബിത അല്പസമയത്തിന് മുമ്പ് നമ്മളോട് പറഞ്ഞത്. വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഉമേഷ്? നമ്മളിപ്പോൾ ഏറ്റവും തൊട്ടടുത്ത അയൽവാസി, അതായത് ഈ വീടും തൊട്ടടുത്ത വീടും തമ്മിൽ ഏകദേശം ഒരു മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ വീടാണ്. അത്തരത്തിൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്തുള്ള 2 വീടുകൾ. ഈ വീട്ടിലുള്ള രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ നമ്മുടെ, അതായത് അയൽവാസിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിരന്തരമായ ഒരു മർദ്ദനം, അതായത് സാധാരണ കുട്ടികളെ മർദ്ദിക്കുന്നത് പോലെ അല്ല ഇവിടെ കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ കുട്ടികളെ മർദ്ദിക്കുന്നതിനേക്കാൾ വളരെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട്, കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തടിക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ഈ അയൽവാസി പറയുന്നത് ഇത്തരത്തിൽ രണ്ടാനമ്മ എന്ന നിലയിൽ ഇപ്പോൾ മൂത്ത കുട്ടിയെ കൂടുതൽ അടിക്കുക, തൻ്റെ സ്വന്തം മക്കളെ കുറച്ചടിക്കുക, അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. എല്ലാ കുട്ടികളെയും, അതായത് ഇപ്പോൾ ഇവിടെ 3 കുട്ടികളാണുള്ളത്, 3 കുട്ടികളെയും ഒരുപോലെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ 13 വയസ്സുകാരിയാണ് തസ്മിത് തംസം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരത്തിൽ രണ്ടാനമ്മയാണ് എന്നുള്ളൊരു വൈകാരിക പ്രശ്നം തൻ്റെ മർദ്ദനമേക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ആ പറഞ്ഞ വീട്ടിലെ ചേട്ടൻ നമ്മോടൊപ്പം ചേരും. നമുക്ക് കൂടുതൽ സംസാരിക്കാം. ചേട്ടാ, നമുക്കേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ ഇവർ എത്ര കാലമായി അറിയാം? ഇവർ 1 മാസത്തിനകത്തേ ഉള്ളൂ. കറക്റ്റ് 1 മാസം വരും എന്ന് പറഞ്ഞാൽ അയാൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാളുടെ മൂത്ത മകൻ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല അറിയില്ല. അങ്ങനെ അവരാരും കണ്ടിട്ടുമില്ലേ. അൽസാജിലായിരുന്നു ജോലി ചെയ്യാറ്. അപ്പോൾ അൽസാജിലെ മോലാളിയാണ് ഈ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തത്. അവർ തന്നെയാണ് എടുത്തു കൊടുത്തത്. ഈയൊക്കെ സെൻ്ററിലാണോ ഹോട്ടലിലാണോ? ഹോട്ടലിലാണ്. അവിടെ എന്ത് ജോലിയെന്ന് അറിയില്ല. അവരാണ് ഈ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ല. അവർക്ക് ഫാമിലിക്ക് ഉള്ള സൗകര്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഈ വീടെടുത്തത്. ഈ മോലാളിയായിട്ട് പറഞ്ഞ് എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അവർ 3 പിള്ളേരെയും കൊണ്ട് അവർ വരുന്നത്. അത് അവിടുന്ന് ബസ്സിലാണ് ഇവിടെ വന്നിറങ്ങി ഇവിടെ നടന്നാണ് വരുന്നത്. വന്ന് താമസമായി. അപ്പോഴും ഈ 3 പിള്ളേർ തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ. വേറെ ഇന്നലെ തൊട്ടാണ് ഈ ഒരു പുതിയ അറിവ് നമുക്കുണ്ടാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു മോനുണ്ട്, 18-19 വയസ്സായി. പറയുന്ന പോലെ ഈ 3 മക്കളെയും ഒരുപോലെ അടിക്കും. അത് അവർക്ക് വേർതിരിവൊന്നുമില്ല. അങ്ങനെ ഒരു വേർതിരിവൊന്നും അങ്ങനെയൊന്നുമില്ല. എല്ലാം അത് കണക്ക് തന്നെ. പറയുന്ന രണ്ടാനമ്മയാണ് എന്നുള്ള, രണ്ടാനമ്മ അല്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അങ്ങനെ എല്ലാ 4 അവരുടെ മക്കൾ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെയല്ലേ അറിയാം? 3 മക്കൾ, മൂത്തയാളെ അറിയില്ല. ഈ 3 മക്കളും അവരുടെ മക്കൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നോക്കണത്. അടി കൊടുക്കുമെങ്കിലും നോക്കണത് അടി കൊടുക്കുന്നത് പക്ഷേ കുറച്ച് ക്രൂരമായി കൊടുക്കുന്നു കൊടുക്കും. ആ ദേഷ്യം വന്നിട്ട് അടിച്ചാൽ വീണ്ടും വന്നിട്ട് നമ്മൾ തലയൊക്കെ പിടിച്ച് കോതി ചീവി ആഹാരം കൊടുത്ത് ഒക്കെ ഒരു തർക്കവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നമ്മളത് ചിന്തിക്കാറുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. മർദ്ദിക്കുന്നത് കുറച്ച് കൂടുതലാണ്. അത് അവരുടെ ദേഷ്യം വരുമ്പം അവരങ്ങ് ചെയ്യുന്നു. എന്നാൽ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം ഉണ്ടാവണം. അത്ര ഈ പറഞ്ഞതുപോലെ ഒരാളെയും വേർതിരിവ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒന്നായി ഓക്കെ എന്ത് പറയാൻ ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒരു ഇല്ല. ഇന്ന് രാവിലെയാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ ഇതിലൊരു അരുൺ, എന്തായാലും നിലവിൽ അങ്ങനെ ഒരു വേർതിരിവെന്നും ഒരിക്കലും അതായത് കുട്ടികളെ മർദ്ദിക്കും, കുട്ടികളെ ഈ രീതിയിൽ നമ്മൾ മലയാളികളെല്ലാം കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല. അവർ കുറച്ചുകൂടി ക്രൂരമായിട്ട് ഇത്തരത്തിൽ പരസ്പരം അടികൂടുമ്പോഴോ പരസ്പരം തർക്കമുണ്ടാകുമ്പോഴോ അത് നിയന്ത്രിക്കാൻ വേണ്ടി വളരെ കയ്യിൽ കിട്ടുന്ന എന്തും എടുത്തടിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ലാതെ അത്തരമൊരു മർദ്ദനമൊന്നുമില്ല. എന്തായാലും സുനിഷ, നമുക്ക് ഇപ്പോൾ ഒരിക്കലും ഇതിൽ പോയിട്ട് നമുക്ക് ഓണെയറിൽ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല. സുനിഷ നമ്മോടൊപ്പം ചേരുന്നു. സുനിഷ നേരിട്ട് സംസാരിച്ചില്ല. അങ്ങനെ രണ്ടാനമ്മ അല്ല, 4 ഞങ്ങളുടെ മക്കളെന്നല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അവരേതായാലും വീട്ടുകാർ അങ്ങനെയുള്ളൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോഴും പിതാവ് പറഞ്ഞത് ഇത് 4 പേരും അവരുടെ മക്കൾ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിൽ തിരുത്താം. രണ്ടാനമ്മ തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരം അത് തെറ്റാണ്. നമ്മളിപ്പോൾ പോലീസിനോട് കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. രണ്ടാനമ്മയൊന്നുമല്ല, അങ്ങനെ ഒരു തർക്കവും വീട്ടിലില്ല. പക്ഷേ കുഞ്ഞിന് മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഈ മർദ്ദനത്തെ തുടർന്നും. ഒപ്പം അമ്മയും അച്ഛനും അതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. അപ്പോൾ നമുക്കത് തിരുത്താവുന്നതാണ്.
തീർച്ചയായിട്ടും അമ്മയോട് വഴക്കിട്ട് തന്നെയാണ് കുട്ടി പോന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു സംശയമുണ്ടായി. അവിടെ അതിനുശേഷം അതിപ്പോൾ ലഭിച്ച വിവരം തെറ്റാണ്. ഈ അച്ഛനും അമ്മയും പറയുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് 4 പേരും എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അമ്മ മർദ്ദിക്കുമായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായ മർദ്ദനമാണ്, ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യത്തോടു കൂടിയുള്ള മർദ്ദനമല്ല. പക്ഷേ കുഞ്ഞിന് വല്ലാതെ അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ മാനസിക വിഷമത്തിലാണ് ആ കുഞ്ഞ് വീട് വിട്ടിറങ്ങിയിരിക്കുന്നത്. വീട് വിട്ടിറങ്ങിയ കുഞ്ഞ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.